മേലെ വനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, BD സതീശനും നമ്മുടെ ബെക്കാഡിയും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ സമൂഹത്തിൽ ഗംഭീരമായിട്ട് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ബെക്കാടി കഴിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ചോദ്യം ഒരു യൂട്യൂബ് ചാനലിലൂടെ ചോദിക്കാൻ പാടുമോ എന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എങ്കിൽ ആ ചോദ്യം ഞാൻ ഒഴിവാക്കട്ടെ. ഇപ്പോൾ പലർക്കും അറിയാത്തൊരു പ്രശ്നം എന്താണ് ബെക്കാടി, എന്താണ് ബെക്കാടി ബ്രീസർ എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് മദ്യം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കർണാടക എന്നൊക്കെയാണ് പലപ്പോഴും മദ്യം ഇറക്കുമതി ചെയ്യുന്നത്. ഇത് ഇറക്കുമതി ചെയ്യാതെ കേരളത്തിൽ തന്നെ നിർമ്മിക്കാനുള്ള ശ്രമം കഴിഞ്ഞ തവണത്തെ ഗവൺമെന്റ് തുടങ്ങിയായിരുന്നു. അതിനെ കടക്കെ കത്തിവെച്ച് നശിപ്പിച്ചു. ഒരു 3000 ആളുകൾക്ക് വൃത്തിയായിട്ട് ജോലി കിട്ടുന്ന ഒരു കമ്പനിയായിരുന്നു വരാൻ പോയിരുന്നത് പാലക്കാട്. അത് നശിപ്പിച്ച് കൊള്ളാക്കി. പോട്ടെ, ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്താണ് ഈ ബെക്കാടി ബ്രീസർ? നമ്മുടെ ബിയർ പോലെയൊക്കെ ഉള്ള വളരെ വ്യത്യസ്തമായ പല രസകരമായ ഗ്ലാമറുള്ള കുപ്പികളിൽ അല്ലെങ്കിൽ ടിന്നുകളിൽ ഇനി ഇറങ്ങാൻ പോകുന്ന വളരെ വീര്യം കുറഞ്ഞ ഒരു മദ്യമാണ് ഈ ബെക്കാടി ബ്രീസർ എന്ന് പറയുന്ന ഈ മദ്യം. ഇതൊരു സോഫ്റ്റ് ഡ്രിങ്ക് പോലൊക്കെ കുടിക്കാമെന്നാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കൂടി വിൽക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് BD സതീശൻ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഈ ഇറക്കുമതി ചെയ്യുന്ന ഈ ഒരു മദ്യത്തിന് 251% നമ്മൾ അതിന്റെ വില നിശ്ചയിക്കുക. അപ്പൊ നല്ല വിലക്കാണ് അത് കൊടുക്കുക. ബെക്കാടിക്കൊക്കെ നല്ല വിലയുണ്ട്. എൻ്റെ അറിവിലൊരു 1500 ഉള്ളിൽ എങ്ങാണ്ടാണ് ഒരു ലിറ്ററിന് എങ്ങാണ്ട് ഇതിന് വിലയുള്ളത്. കൃത്യമായിട്ട് എനിക്കറിയില്ല, നോക്കണം. അറിയുന്ന ആളുകളുണ്ടെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. എന്തായാലും ഈ 250% വിൽക്കേണ്ട ഇതിനെ ഈ ബെക്കാടി ബ്രീസർ എന്ന പേരിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആയിട്ട് വിൽക്കുമ്പോൾ അതിന് ഏകദേശം 120% വില കുറച്ചിട്ടാണ് ഇനി കേരളത്തിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 131% കുറവ് എന്നർത്ഥം. ഇതിന്റെ പ്രത്യാഘാതം എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ ആലോചിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, ബെക്കാടി അവിടെ കിടക്കട്ടെ, അതൊരു വൈറ്ററമാണ്. ബെക്കാടി ബ്രീസർ എന്ന് പറയുന്ന ഈ ഒരു ഇനി ഇറങ്ങാൻ പോകുന്ന ഈ മദ്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടല്ലോ, ഇത് ഈ പാനീയങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ബെക്കാടി ബ്രീസർ പോലുള്ള പാനീയങ്ങൾക്ക് വളരെയധികം വില കുറയും. അതായത് ഒരു 100 ഉറുപ്പിയുടെ ഉള്ളിൽ മാത്രമേ ഇതിന് വില ഉണ്ടാവുള്ളൂ. ആർക്കും പോയിട്ട് വാങ്ങിക്കാവുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറും. ആ ഒരു മദ്യത്തിന്റെ പേരാണ് ബെക്കാടി ബ്രീസർ. ഇവർക്ക് സഹായം നൽകാൻ പറ്റുന്ന രീതിയിലാണ് ഫയലുകളൊക്കെ ഭയങ്കര സ്പീഡിൽ ഒപ്പിട്ട് നീക്കിയത്. ആര്? BD സതീശൻ. അതായത് ആ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഫയല് രാത്രിയും രാവിലെയും ഓഫീസ് തുറക്കുന്നതിന് മുമ്പൊക്കെ വന്നിട്ട് ഫയല് പട സ്പീഡായിരുന്നു. ഇതേ സ്പീഡ് എല്ലാ ഫയലിനും ഉണ്ടായിരുന്നെങ്കിൽ കേരളം എത്രയോ നന്നായേനെ. സംഗതി അവിടെ കിടക്കട്ടെ. എന്തായാലും ബെക്കാടി ബ്രീസർ എന്ന് പറയുന്ന ഒരു ഗംഭീര സാധനമാണ്, ഒരു ഗംഭീര കുപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുപ്പിയാണ് നമ്മുടെ ബിയറിന്റെ കുപ്പിയില്ലേ, അതന്നെ. ഞാൻ ടിന്നിൽ ഇറങ്ങും, ടിൻ ബിയറൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ബെക്കാടി ബ്രീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബജറ്റിൽ ഇതിന്റെ വില വളരെയധികം കുറച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ബെക്കാടി ഒരു സ്വകാര്യ മദ്യ കമ്പനിയാണ്. ഈ നികുതി ഇളവ് കൊടുക്കുന്നത് അവർക്ക് സഹായകരമാവും. ആർക്ക്? ആ കമ്പനിക്ക് നല്ല സഹായകരമാവും. ഇനി ഇതെന്താ രാഷ്ട്രീയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപത്തെ ഇടതുപക്ഷ സർക്കാർ ഇതിന് അനുമതി നൽകിയപ്പോൾ ശക്തമായി എതിർത്ത ആളുകളാണ് ഈ പറയുന്ന BD സതീശൻ. അവർ തന്നെയാണ് ഇതിനെ അനുകൂലിക്കുന്നതും ഇത് കൊണ്ടുവരുന്നതും. മുന്നത്തെ സർക്കാർ ഇത് ഇറക്കുന്നത് വളരെ വില കൂട്ടിയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ ഈ ഒരു കുപ്പിയും സോഫ്റ്റ് ഡ്രിങ്ക് പോലുള്ള മദ്യം ഇറക്കുന്നത് വളരെ വില കുറച്ചാണ്. വളരെ വില കൂട്ടി ഇറക്കുമ്പോൾ ഇത് കുട്ടികൾക്കും യുവാക്കൾക്കൊന്നും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. വളരെ വില കുറച്ച് ഇത് കിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇത് വലിയ അപകടവും ഉണ്ടാക്കും. ഇതാണ് ഇപ്പോഴത്തെ വിഷയം. LDF ഇതുകൊണ്ട് എതിർക്കുന്നത്. ഇത് നല്ല സാധാരണ മദ്യം വാങ്ങിക്കുന്ന പോലത്തെ നല്ല വില കൂട്ടി വിൽക്കണം എന്നാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത്. വില കുറയ്ക്കുന്നത് ചില കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കമ്പനികളെ സഹായിച്ചു കഴിഞ്ഞാൽ ഉള്ളേരിയിലൂടെ ഇങ്ങനെ വളഞ്ഞ് BD സതീശന്റെയും മറ്റുള്ള ആൾക്കാരുടെ പോക്കറ്റിലേക്ക് പണം എത്തുമെന്ന് കൂടി ഇതിന്റെ ഭാഗമായിട്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണമാണ് ഇപ്പൊ നിയമസഭയിൽ നിന്ന് എടുത്തു കളയണമെന്ന് ഇപ്പൊ VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. പേടിയാണോ ചേട്ടാ എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. VD സതീശനോട് ചോദിക്കാൻ പാടില്ല. എന്തായാലും
ഈ ബെക്കാഡി ബ്രീസറിനെ കുറിച്ച് അറിഞ്ഞു വെക്കൂ. പച്ചയിലും മഞ്ഞയിലും റോസിലും വയലറ്റിലും നല്ല ലൈറ്റ് ബ്ലൂ കളറിലൊക്കെ ഈ കുപ്പിന് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇതൊരു വൈറ്റ് റം ആണേ. ഇതിൽ എന്തൊക്കെ പാനീയത്തിലുള്ള വൈറ്റ് റം ഉണ്ട്, പഴച്ചാറുണ്ട്, സോഡ ഉണ്ട്. ഇതൊക്കെ കൂടി ചേർത്ത ഒരു റെഡി ടു ഡ്രിങ്ക് പാനീയമാണ്. ഇങ്ങനെ പൊട്ടിക്കുക കുടിക്കുക എന്നുള്ളതാണ്. നമുക്കിങ്ങനെ നമ്മൾ 10 രൂപയ്ക്ക് ഈ മാംഗോ ജ്യൂസൊക്കെ വാങ്ങിച്ച് കടയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ച് കുടിച്ച് പോവില്ലേ, അതേപോലെ വാങ്ങിച്ച് കുടിച്ച് പോകാൻ കഴിയുന്ന ഒരു റെഡി ടു ഡ്രിങ്ക് ആണ് ഈ ഒരു പാനീയം. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള നിറങ്ങളിലോട് കൂടിയിട്ടാണ് ഇതിന്റെ കുപ്പികളൊക്കെ ഇറക്കുക. ഒപ്പം തന്നെ ഈ മദ്യം കഴിക്കുമ്പോൾ സാധാരണയായിട്ട് മദ്യത്തിനൊരു കയ്പ് ഉണ്ടാവും. ഒരു ചവർപ്പ് കയ്പ് ടേസ്റ്റാണ് മദ്യത്തിന് ഉണ്ടാവുക. അത്രയും ടേസ്റ്റ് ഒന്നും ഏതിനുണ്ടാവില്ല, ഇതിനുണ്ടാവില്ല. ഇത് നല്ല മധുരമായിരിക്കും. ഇഷ്ടമാവുന്ന, അതായത് കുടിക്കുന്ന ആർക്കും ഇഷ്ടമാവുന്ന രീതിയിൽ ഇത് ആ മദ്യത്തിന് ചവർപ്പ് ഒന്നും അറിയാതെ തന്നെ കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബ്രീസർ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക ബെക്കാഡി ബ്രീസർ ഇറങ്ങുന്നത്. ഇത് മദ്യമാണ്, പച്ച മലയാളത്തിൽ മദ്യം. ഇനി എന്താണ് മദ്യവും ബ്രീസറും തമ്മിലുള്ള വ്യത്യാസ അപകടം എന്നൊക്കെയാണ് ആളുകളൊക്കെ മനസ്സിലാവേണ്ടത്. ഈ ആൽക്കഹോള് സാധാരണയായിട്ടൊരു മദ്യം, ബെക്കാഡി എന്നുള്ള മദ്യം തന്നെ എടുക്കും. അല്ലെങ്കിൽ വേറെ പേത വൈറ്റ് റം, ബെക്കാഡി, ഹണീബി എന്നുള്ള മദ്യമൊക്കെ എടുത്തോളൂ. ഏതെങ്കിലും ഒരു മദ്യം, ഓർമ്മയുള്ള എല്ലാ മദ്യവും മിനിമം നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ മദ്യത്തിൽ 43% ആൽക്കഹോൾ ഉണ്ടാവും. 43% ആൽക്കഹോൾ ഉണ്ടാവും. അതൊരു 1-2 പെഗ് അടിക്കുമ്പോൾ തന്നെ സാധാരണയായിട്ടുള്ള ആരോഗ്യമുള്ള ഒരാളുകൾക്ക് അതൊക്കെ ധാരാളമാണ്. 2 പെഗ് കൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനം, തല ഇളകി തുടങ്ങും. എന്തായാലും ഒരു 42.8% സാധാരണ ഒരു ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത്. എന്നാൽ ബ്രീസർ എന്ന് പറയുന്ന ഈ ഒരു പുതുതായി ഇറങ്ങാൻ പോകുന്ന ബെക്കാഡി ബ്രീസറിലുള്ളത് വെറും 4.8 മുതൽ 5% മാത്രമാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ, ഈ വെറും എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കില്ലേ, ഇതെത്ര തന്നെ ശതമാനം തന്നെയാണ്, ഇതേ ശതമാനക്കണക്ക് തന്നെയാണ് നമുക്ക് സാധാരണ എന്താ പറയുക ബിയർ ഷോപ്പിൽ നിന്ന് മറ്റുമൊക്കെ വാങ്ങിക്കുന്ന ബിയറിലും ഉള്ളത്. ബിയറിൽ 5 മുതൽ 8 വരെ ഉണ്ടാവും. എന്തായാലും 5 വരെയൊക്കെയുള്ള ബിയറുകളും കിട്ടാനുണ്ട്. അതായത് ബിയറിന് തുല്യമായിട്ടുള്ള ഡ്രിങ്കാണ് ഇറക്കുന്നത്. പക്ഷേ ഒരു അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിയർ കുടിക്കുമ്പോഴുണ്ടാവുന്ന ചവർപ്പോ ബിയർ കുടിക്കുമ്പോഴുണ്ടാവുന്ന കയ്പോ ഈ ബെക്കാഡി ബ്രീസർ കുടിക്കുമ്പോഴുണ്ടാവില്ല. ഇതിന് നല്ല മധുരമായിരിക്കും, ഭയങ്കര കൂൾ ഡ്രിങ്ക് ആയിരിക്കും. ഇതിൽ സോഡ കണ്ടന്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കൗമാരക്കാര് ഇതൊരു സാധാരണ സോഫ്റ്റ് ഡ്രിങ്ക് ആണെന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചടിക്കും. 1-2 അടിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ 4-5% ആണെങ്കിൽ 2 കുപ്പി അടിച്ചു കഴിഞ്ഞാൽ 10% ആയി. അത്യാവശ്യം ആൽക്കഹോൾ തലച്ചോറിലേക്ക് കയറും. പതുക്കെ നമ്മുടെ യുവാക്കളൊക്കെ നല്ല കുടിയന്മാരായിട്ട് മാറാൻ ഇത് കാരണമാവും. പിന്നെ നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന അവസ്ഥ വരും. അത് മാത്രമല്ല, ഇത് ആർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കും. ബാഗിലൊക്കെ ഇട്ടിട്ട് ഈസി ആയിട്ട് ക്ലാസ് മുറിയിലേക്ക് പോകാൻ സാധിക്കും. ഇവര് ഇത് ഇന്റർവെല്ലിന് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്ന രീതിയിലൊക്കെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഉണ്ടാക്കുന്ന അപകടം എന്ന് പറയുന്നത് ഭീകരമായിരിക്കും. ചിലപ്പോൾ ഇതിന് മണം ഉണ്ടാവില്ല, പുറത്തേക്ക് ബിയറിൻ്റെതായിട്ടുള്ള മണമൊന്നും ചിലപ്പോൾ ഇത് ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഇതൊരു വലിയ അപകടം ഉണ്ടാക്കും. കുടിയന്മാർ ക്ലാസ്സിലും മറ്റൊക്കെ കുത്തിരിക്കുന്ന അവസ്ഥക്ക് വരും. ഇങ്ങനൊരു പ്രശ്നമാണ് ബെക്കാഡി ബ്രീസറിനുള്ളത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിശദീകരണം കുറച്ച് കൂടിപ്പോയിരിക്കാം, ക്ഷമിക്കുക. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതി വയ്ക്കുക. ബെക്കാഡി ബ്രീസർ നമുക്ക് വേണോ വേണ്ടയോ? ബൈ.